ഈ സമയത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം എന്നൊക്കെ നമുക്ക് കുറച്ച് കാർഡും കൂടി എടുക്കാം. ഹസ്ബൻഡുമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ എന്താണ് ഈ സമയത്ത് ഒരു മാറ്റം വരുമോ, അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും കാർഡുകൾ ഇതൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു ലൈഫിൽ ഒരു സ്റ്റക്നെസ് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു സ്റ്റക്കായിട്ടിരിക്കുന്ന സിറ്റുവേഷനൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപാട് എനിക്ക് തോന്നുന്നത് ഈ ഒരു നിങ്ങളുടെ ബന്ധത്തിനിടയിൽ ഒരു തേർഡ് പാർട്ടി ഉള്ള പോലെ തോന്നിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തിക്ക് നിങ്ങളല്ലാതെ വേറൊരു പേഴ്സൺ ഉള്ളതായിട്ടൊക്കെ കാണിക്കുന്നു. ഒരു തേർഡ് പാർട്ടി റിലേഷനൊക്കെ ഉള്ളതുണ്ട്. തീർച്ചയായിട്ടും തേർഡ് പാർട്ടി റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയിലുള്ളൊരു വ്യക്തിയാവാൻ ചിലപ്പം ഇതിനെതിരെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ഹാങ്ക്ഡ് മാൻ സ്റ്റേറ്റാണ് തീർച്ചയായിട്ടും ഇപ്പം കാണിക്കുന്ന ഒരു ഹാങ്ക്ഡ് മാനാണ്. പക്ഷേ ഫ്യൂച്ചറിൽ എന്താണ് തീർച്ചയായിട്ടും ആ വ്യക്തി ചേച്ചിയുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെയോ ഒരു മെസ്സേജ് ലഭിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ പേഴ്സൺ ലൈഫിലേക്ക് വരും, അങ്ങനെയൊക്കെയുള്ള എനർജിയാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ആ പേഴ്സൺ ചേച്ചിയുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടുള്ള എനർജിയാണ് കാണിക്കുന്നത്. ആ പേഴ്സൺ വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് നോക്കാം എന്താണ് ആ പേഴ്സൺ ഈ സമയത്ത് രാജേശ്വരി ചേച്ചിയോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം നോക്കാം. ആ പേഴ്സൺ എന്താണ് പിന്നെ ഒരു മെസ്സേജൊക്കെ ആ പേഴ്സൻ്റെ ഭാഗത്തു നിന്നൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. കൂടുതലായിട്ടും ഇതിലൊരു തേർഡ് പാർട്ടിയൊക്കെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾക്ക് ഒരുപാട് പ്രശ്നം ഈ ഒരു റിലേഷൻഷിപ്പിലുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ട്, ഫാമിലി ഇഷ്യൂസൊക്കെ വരുന്നതാണ്. അതായത് ഒരു തേർഡ് പാർട്ടിയുടെ ഇടപെടലൊക്കെ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും കുടുംബപരമായ പ്രശ്നങ്ങളൊക്കെയാണ്. തീർച്ചയായിട്ടും ഈ പേഴ്സൺ അടുത്തേക്ക് വരും. ഒരു വെയിറ്റിംഗ് എനർജി കൂടിയാണ്. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ വരും. അത് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചേച്ചി. ഞാൻ നോക്കിയപ്പോഴും അങ്ങനെയാണ്, തിരിച്ചു വരാനുള്ള ചാൻസ് വളരെ കൂടുതലായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള എനർജിയാണ് വരുന്നത്. തീർച്ചയായിട്ടും തിരിച്ചു വരാനുള്ള എന്താണ് സാധ്യത വളരെ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു എനർജി വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ പേഴ്സൺ തിരിച്ചു വരും. ഈ പേഴ്സൺ തിരിച്ചു വന്ന് എന്താണ് ഒരു സ്റ്റെബിലിറ്റി ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ ആ പേഴ്സൺ എന്തൊക്കെയോ കാര്യത്തിൽ സ്റ്റക്കാണ്. ഫ്യൂച്ചർ കാർഡ് എന്ന് പറയുമ്പോൾ ഒരു 10 ഓഫ് കപ്സ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും. നിങ്ങളുമായിട്ട് എന്താണ് ഒരു സമാധാനപരമായ ഒരു ജീവിതം അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ടൈം എടുക്കുമെന്നാണ് കാണിക്കുന്നത്. എന്തായാലും ഒരു എന്താണ് 2027 കൂടിയൊക്കെ ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും. 2027 ആദ്യം അല്ലെങ്കിൽ 2026 അവസാനത്തോടു കൂടിയൊക്കെയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതായിട്ടൊക്കെ കാണിക്കുന്നത് കേട്ടോ. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയുള്ള എനർജിയാണ്. ഞാൻ ഒരു കുറച്ച് കാർഡ് എടുത്ത് വെച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. വീഡിയോ കോൾ വിളിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് കാർഡൊക്കെ എടുത്ത് നോക്കാമായിരുന്നു. തീർച്ചയായിട്ടും ഇതൊരു 2 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയും കൂടെ വരുന്നുണ്ട്. അല്ലെങ്കിൽ ചേച്ചിക്ക് ഒരു പുതിയ ബന്ധം ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പുതിയൊരു ഒരു വിവാഹ ജീവിതത്തിനും ഒരു സാധ്യത വളരെ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഒരു മോചനം കിട്ടി ഒരു പുതിയൊരു വിവാഹ ജീവിതത്തിലും ഒരു നല്ലൊരു വ്യക്തി ജീവിതത്തിലേക്ക് വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു എനർജിയാണ് വന്നത് കേട്ടോ.